നമുക്ക് ഭയങ്കരമായി ഫലിക്കണം. അതിന് സ്തോത്രം. നമ്മളെ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ഞാൻ ആ വാക്യങ്ങളൊന്ന് വായിക്കാം. അപ്പോസ്തലപ്രവൃത്തി 14:1-2. ഇക്കോന്യയിൽ അവർ ഒരുമിച്ച് യഹൂദന്മാരുടെ പള്ളിയിൽ ചെന്ന് യഹൂദന്മാരിലും യവനന്മാരിലും വലിയൊരു പുരുഷാരം വിശ്വസിപ്പാൻ തക്കവണ്ണം സംസാരിച്ചു. അപ്പോസ്തലന്മാർ, വിശിഷ്യ പൗലോസിൻ്റെ നേതൃത്വത്തിലുള്ള സുവിശേഷ സംഘം ഇക്കോന്യ എന്ന പട്ടണത്തിൽ ചെന്നു. യഹൂദൻ്റെ സിനഗോഗ് അഥവാ പള്ളി, അവിടെ ചെന്നിട്ട് യഹൂദന്മാരും യവനന്മാരും അടങ്ങുന്ന സദസ്സിനോട് അവർ വിശ്വസിക്കാൻ തക്കവണ്ണം സംസാരിച്ചു. അടുത്തോടെ വായിച്ചിട്ട് ഞാൻ അല്പം വിശദീകരണം തരാം. വിശ്വസിക്കാത്ത യഹൂദന്മാരോ ജാതികളുടെ മനസ്സ് സഹോദരന്മാരുടെ നേരെ ഇളക്കി വഷളാക്കി. രണ്ട് കൂട്ടരെ അവിടെ കാണും. കർത്താവിൻ്റെ ദാസന്മാർ ഒരു പള്ളി ചെല്ലുകയാണ്, യഹൂദൻ്റെ പള്ളിയിൽ. അവിടെ ചെന്ന് അവരല്പസമയം സംസാരിച്ചപ്പോൾ ഈ വാക്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. യഹൂദന്മാരും യവനന്മാരുമായിരിക്കുന്ന ആളുകൾ വിശ്വസിക്കാൻ തക്കവണ്ണം, അതിനർത്ഥം അവർ വിശ്വസിച്ചു. പൗലോസൊക്കെ എന്തായിരിക്കും പറഞ്ഞത്? യേശുക്രിസ്തുവിനെ കുറിച്ച്, ദൈവരാജ്യത്തെക്കുറിച്ച്. അതവിടെ പറഞ്ഞപ്പോൾ സ്തോത്രം, നമ്മുടെ ഭാഗത്തു നിന്നൊരു പ്രതികരണമുണ്ട്. അവിടെ മുതലാണ് ദൈവപ്രവൃത്തി ആരംഭിക്കുന്നത്. 1000 വട്ടം പ്രഭാഷണങ്ങൾ ഇതുപോലെ കേട്ടാലും, ധന്യനായ പൗലോസോ പത്രോസോ ഒക്കെ വന്ന് നമ്മുടെ അടുക്കൽ വന്ന് പറഞ്ഞാലും, കേൾവിക്കാരായിരിക്കുന്ന ആളുകൾക്കകത്ത് വിശ്വാസം വന്നെങ്കിലേ ദൈവപ്രവൃത്തികളിലേക്ക് കാര്യങ്ങൾ നടത്തും. നമ്മളെ ഇതെല്ലാം പറഞ്ഞ് പഠിപ്പിച്ച് ബൈബിളിലെ 66 പുസ്തകങ്ങളെല്ലാം ഇങ്ങനെ അക്കമിട്ട് പഠിച്ച് അതിനിടയിൽ വരികൾക്കിടയിലുള്ള ഭയങ്കര സംഭവങ്ങളൊക്കെ ഗ്രീക്കും ഹീബ്രുവും ഒക്കെ ചേർത്ത് വെച്ച് പഠിപ്പിച്ച് നമ്മളെക്കൊണ്ട് സ്തോത്രം വലിയ ടെസ്റ്റ് നടത്തി സ്വർഗത്തിൽ കയറ്റിവിടാൻ വേണ്ടിയിട്ടല്ലല്ലോ ഇതൊക്കെ ദൈവമായ കർത്താവ്. ഇത് സ്തോത്രം വാസ്തവത്തിൽ ചരിത്രമാണ്, ദൈവത്തിൻ്റെ വാക്കുകളാണ്. പക്ഷെ എന്തിനാണ് വചനം പ്രസംഗിക്കുന്നത്? എന്തിനാണ് നമ്മുടെ ചർച്ചസിലും നമ്മുടെ കൂട്ടായ്മകൾക്കകത്തെല്ലാം ഇങ്ങനെ ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ കാര്യം പറയുന്നത്? വേറെ ഒന്നിനുമല്ല, വിശ്വസിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അല്ലാതെ നമുക്ക് പരീക്ഷ എഴുതി ജയിക്കാൻ വേണ്ടിയിട്ടല്ല ഇത് പഠിപ്പിക്കുന്നത്, വിശ്വസിക്കാൻ വേണ്ടിയിട്ടാണ്. ദൈവം ഉണ്ടെന്ന്, സ്തോത്രം, ദൈവം പ്രവർത്തിക്കുന്നവനാണെന്ന്, തകർന്നിരിക്കുന്നവനെ പണിയുന്നവനാണെന്ന്, ദൈവത്തിന് ചില കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന്, അതൊക്കെ വിശ്വസിക്കാൻ വേണ്ടിയിട്ടാണ്. ദൈവത്തിൻ്റെ ദൂതൻ സ്തോത്രം ഗിദെയോൻ്റെ അടുക്കൽ ഒരു കരുവേലകത്തിൻ്റെ ചൂട്ടിൽ തളർന്നിരിക്കുന്നവൻ്റെ അടുക്കൽ വന്ന് അല്പസമയം സംസാരിച്ചു. അങ്ങനെ സംസാരിച്ചപ്പോൾ സ്തോത്രം, ദൈവം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്നുള്ള മനോഭാവത്തോട് ഇരുന്നവനെ അല്പസേരം സംസാരിച്ചു. പിന്നെ ഗുളികയും മരുന്നൊന്നും കൊടുത്തില്ല, ഇച്ചിരി നേരം സംസാരിച്ചു. നിന്നെ ദൈവം ഉപയോഗിക്കും, ദൈവം നിൻ്റെ കൂടെയുണ്ട്, നിന്നെ സ്തോത്രം ദൈവം കണ്ടിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഈ മനുഷ്യനങ്ങ് വിശ്വസിച്ചു. അവിടെ ചോദിക്കാൻ തുടങ്ങി. ചോദ്യങ്ങൾക്ക് സ്തോത്രം വീണ്ടും വിശ്വാസം വർദ്ധിക്കുന്ന രീതിയിൽ മറുപടി വന്നു. ആ വിശ്വാസമാണ് ഒരു സമൂഹം അനുഭവിച്ചുകൊണ്ടിരുന്ന നീണ്ടകാലത്തെ വ്യഥകൾക്ക് പരിഹാരം വരുത്താൻ ഗിദെയോനെ ദൈവമായ കർത്താവ് ഉപയോഗിച്ചത്. ദാനിയേൽ പ്രവചനത്തിനകത്തും ദാനിയേലിൻ്റെ ചരിത്രത്തിൽ ദാനിയേൽ ആകപ്പാടെ തളർന്നിരിക്കുമ്പോൾ ഇറങ്ങി വന്ന ദൈവപുത്രൻ അവനോട് സംസാരിക്കുമ്പോൾ അവൻ എഴുന്നേറ്റ് നിന്നു, നരിയാണികൾ ഉറച്ചു. ദൈവശബ്ദവും ദൈവത്തിൻ്റെ സംസാരവും ഒരു മനുഷ്യനെ തളർത്തത്തില്ല, അവനെ എഴുന്നേൽപ്പിക്കും, ബലപ്പെടുത്തും, അവൻ്റെ ചുരുണ്ട സ്ഥിതികൾക്ക് മാറ്റം വരുത്തും. ഒരുപക്ഷെ ചുറ്റുവട്ടമുള്ള പല സംസാരങ്ങൾ, പല സംഭാഷണങ്ങൾ, പല ശബ്ദങ്ങൾ നമ്മളെ തളർത്തുന്നതായിരിക്കാം. കേൾക്കുന്ന വാർത്തകളെല്ലാം ചിലപ്പോൾ നമ്മളെ കൊച്ചാക്കുന്നതായിരിക്കാം, നമ്മുടെ ആത്മാർത്ഥതയെ നശിപ്പിക്കുന്നതായിരിക്കാം, നമ്മൾ ചെയ്യാൻ ആഗ്രഹിച്ച കാര്യങ്ങളെ ബന്ധിക്കുന്നതായിരിക്കാം. ഞാനൊരു ഉറപ്പ് തരാം, ദൈവാത്മാവുള്ളവർ, ദൈവമുള്ളവർ, അവരുടെ സംസാരം മുഴുവൻ നമ്മളെ വിശ്വസിപ്പിക്കാനായിരിക്കാം. വിശ്വസിപ്പിക്കാൻ. സ്തോത്രം. ഈ പവർ വിഷൻ TV-യിലൂടെ ദൈവത്തിൻ്റെ വചനത്തിലൂടെ നിങ്ങളെ ഓരോരുത്തരെയും പിടിച്ചിരുത്തി വിവിധ മീറ്റിങ്ങുകൾക്ക് വിവിധ ക്യാപ്ഷനുകൾ കൊടുത്ത് എല്ലാത്തരം ആളുകൾക്കും വേണ്ടി ദൈവത്തിൻ്റെ ദാസന്മാരെ ഇവിടെ കൊണ്ടുവന്നു. ഇവിടെ നിന്നുള്ള ദൈവദാസന്മാരൊക്കെ മാറി മാറി ദൈവത്തിൻ്റെ വചനം പറയുന്നതിൻ്റെ പുറകിലെ ഉദ്ദേശം ദൈവത്തെ വിശ്വസിക്കുക, ദൈവപ്രവർത്തികളെ വിശ്വസിക്കുക. അങ്ങനെ ഒരു കൂട്ടം ആളുകൾ ഇവിടെ വിശ്വസിച്ചു. പക്ഷെ നിർഭാഗ്യവശാൽ, സ്വാഭാവികമായിട്ട് എല്ലായിടത്തും സംഭവിക്കാറുള്ളതാണ്, ആ പള്ളിയിൽ തന്നെയുള്ള യഹൂദന്മാരിൽ നല്ലൊരു പങ്ക് ആളുകൾ വിശ്വസിച്ചില്ല. വിശ്വസിക്കാത്തവരെ കുറിച്ച് 2-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: വിശ്വസിക്കാത്ത യഹൂദന്മാരോ ജാതികളുടെ മനസ്സ് സഹോദരന്മാരുടെ നേരെ ഇളക്കി വഷളാക്കി. വിശ്വസിക്കാത്തവർ അപകടമാണ്. വിശ്വസിക്കാത്തവർ ഒരർത്ഥത്തിൽ പറഞ്ഞ വിഷമാണ്. കാരണം എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? വിശ്വസിക്കാത്തവർ ചിലരുടെ മനസ്സ് വഷളാക്കി കളഞ്ഞു, ചിലരെ ചീത്തയാക്കി കളഞ്ഞു. നിങ്ങൾ ഓർത്തോളണം. സ്തോത്ര ഹല്ലേലൂയ. 2 തരം ആളുകളുണ്ട് എല്ലാ കൂട്ടത്തിനകത്തും. കേട്ടിരിക്കുന്നവരുണ്ട്, കേട്ടിട്ടെല്ലാം കുറിച്ചെടുക്കുന്നവരുണ്ട്, നല്ലതാന്ന് പറയുന്നവരുണ്ട്, അഭിപ്രായം പറയുന്നവരുണ്ട്, കൊച്ചു പോരായ്മ ഉണ്ടെങ്കിൽ പോലും അത് സ്തോത്രം പറയുന്നവരുണ്ട്, ചില വാക്കുകൾ വിഷമിക്കുന്നവരുണ്ട്. ഇതൊക്കെ ശരിയാണ്. പക്ഷെ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയാം? നമ്മളീ പറഞ്ഞത് മുഴുവൻ എഴുതിയെടുത്തെന്നുള്ളതല്ല. ഇത് പറഞ്ഞപ്പോൾ വിശ്വസിച്ചോ വിശ്വസിക്കാതെ പോയോ?
എന്തെങ്കിലും പറയുന്ന മണ്ടത്തരങ്ങളെല്ലാം വിശ്വസിക്കണമെന്നല്ല പറയുന്നത്. ദൈവത്തെക്കുറിച്ചും ദൈവവചനത്തെക്കുറിച്ചും നിങ്ങളിലൊരു ദൈവപ്രവൃത്തി നടക്കുമെന്നുള്ളതിനെക്കുറിച്ചും ദൈവത്തിൻ്റെ ആത്മാവ് വചനത്തിലൂടെ പങ്കുവെക്കുമ്പോൾ അത് വിശ്വസിക്കുന്നവർ ഒരു മുതൽക്കൂട്ടാണ്. അത് വീടിനാണെങ്കിലും സമൂഹത്തിനാണെങ്കിലും സ്തോത്രം, അത് ചർച്ചിനാണെങ്കിലും വിശ്വസിക്കുന്നവർ ഒരു അസറ്റാണ്, ഒരു മുതൽക്കൂട്ടാണ്. അവര് സ്തോത്രം ഒരു വലിയ ആ കൂട്ടത്തിനും കൂട്ടായ്മയ്ക്കും കുടുംബത്തിനും ഒരു അനുഗ്രഹമാണ്. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ വിശ്വസിക്കുന്നവർ നിങ്ങളുടെ വീടിനൊരു അനുഗ്രഹമാണ്, നിങ്ങളുടെ മക്കൾക്കൊരു അനുഗ്രഹമാണ്. ദൈവത്തെ വിശ്വസിക്കുന്ന, ദൈവവചനം വിശ്വസിക്കുന്ന, ദൈവത്തിൻ്റെ ദൂതുകൾ വിശ്വസിക്കുന്ന, അസാധ്യങ്ങളെ സാധ്യമാക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന, ദൈവത്തിൻ്റെ പ്രവൃത്തികളെ വിശ്വസിക്കുന്ന നിങ്ങൾ നിങ്ങളുടെ വീടിനൊരു അനുഗ്രഹമാണ്. എത്ര പേർക്ക് അതിനൊരു സ്തോത്രം പറയാൻ പറ്റും? ചുമ്മാ യോഗം കൂടുന്നവരല്ല, വിശ്വസിക്കുന്നവരൊരു അനുഗ്രഹമാണ്. അപ്പോൾ തന്നെ മറുഭാഗം, വിശ്വസിക്കാത്തവരെ സൂക്ഷിച്ചോളണം. അവരെന്താ ചെയ്തത്? അവർക്ക് തന്നെ ഒരു അപകടം വരുത്തി എന്നല്ല, അവർ മറ്റുള്ളവർക്ക് ഇളക്കം ഉണ്ടാക്കി. വിശ്വസിക്കാത്തവർ മറ്റുള്ളവരെ ഇളക്കി. കഴിഞ്ഞിട്ട് പറഞ്ഞു അവരുടെ മനസ്സ് വഷളാക്കി. സ്തോത്രം, മനസ്സ് വഷളാക്കി. ഇപ്പോൾ ഈ യോഗം ഇതൊക്കെ നടക്കുമ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഏത് ടി വിയിൽ നിന്ന് കാണുന്നോ അല്ലെങ്കിൽ യൂട്യൂബിൽ കാണുന്ന ഒരാൾ സ്തോത്രം നിങ്ങളുടെ വീട്ടിൽ അതീതമായിട്ട് ഇപ്പോൾ ഓരോ കാണും സ്തോത്രം, ഇതൊക്കെ ചുമ്മാ തട്ടിപ്പല്ലേ, കാശുണ്ടാക്കാനുള്ള വഴിയല്ലേ, ഇവന്മാരൊക്കെ കള്ളന്മാരെന്ന് പറയുമ്പോൾ നമുക്കൊരു ചെറിയ തോന്നൽ, ശരിയായിരിക്കും തോന്നൽ വരും. അപ്പോൾ നമ്മുടെ മനസ്സ് വഷളാകും. നമ്മളാകപ്പാടെ സ്തോത്രം എന്താ പറയുക, വിശ്വസിക്കാൻ പറ്റാത്തൊരു നിലവാരത്തിലേക്ക് നമ്മൾ ചിലപ്പോൾ കുഴഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. എന്നാൽ വിശ്വസിക്കുന്നവർ ഒരു മുതൽക്കൂട്ടാണ്. ഞാൻ 2 കൂട്ടരെ മാത്രം കാണിച്ചു തരാം. വിശ്വസിക്കാത്തവർക്ക് സംഭവിച്ച, കൂടെ നടന്നിട്ടും വിശ്വസിക്കാത്തവർക്ക് സംഭവിച്ച വലിയ ഹാനി, അതിന്ന് പറഞ്ഞിട്ട് വിശ്വസിക്കാത്തത് കൊണ്ടുള്ള തകർച്ച കാണിക്കാനല്ല ഇന്നത്തെ യോഗം, പകലത്തെ യോഗം. വിശ്വസിക്കണം. ഇന്ന് കർത്താവ് എന്തു പറയുന്നു? ദൈവശബ്ദത്തെ വിശ്വസിച്ചാൽ അത് വിശ്വസിക്കുന്നവർക്ക് ദൈവമായ കർത്താവ്, വിശ്വസിക്കുന്നവർ ഒരു അനുഗ്രഹമാണ്. നിങ്ങളുടെ വീട്ടിൽ ഒരുപക്ഷെ എല്ലാവരും ഒന്നും യോഗത്തിൽ ഇരിക്കില്ലായിരിക്കും, അവരൊക്കെ പല വഴിയിലായിരിക്കും. പക്ഷെ നിങ്ങളിത് കേൾക്കാനിരിക്കുന്നു. പൗരുഷൻ കഴിഞ്ഞ 1.5 കൊല്ലമായി കാണുന്നു, കേൾക്കുന്നു എന്നല്ല, ഈ പറയുന്നത് ദൈവത്തിൻ്റെ വചനമാണെന്ന് നിങ്ങളുടെ മനസാക്ഷിക്കകത്ത് ആത്മാവ് ബോധ്യപ്പെടുത്താൽ അത് വിശ്വസിക്കണം. വിശ്വസിക്കുന്ന നിങ്ങൾ ഒരു താക്കോലാണ്. അടഞ്ഞ വാതിലുകളെ തുറക്കാൻ, പൂട്ടിക്കളഞ്ഞ വലിയ സാത്താൻ്റെ കോട്ടകൾ, സാത്താൻ പൂട്ടിയ നന്മയുടെ വാതിലുകൾ തുറക്കാൻ വിശ്വസിക്കുന്നവനെ ദൈവം ഒരു താക്കോലാക്കി മാറ്റും. വിശ്വസിക്കാത്തവനോ, വിശ്വസിക്കുന്നവരെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. വിശ്വസിക്കാത്തവരെക്കുറിച്ച് കർത്താവ് പറഞ്ഞ സ്തോത്രം വചനം പറഞ്ഞ 1-2 കാര്യങ്ങൾ മാത്രം ഞാൻ ഓർപ്പിച്ച് ഞാൻ ഒരു വാക്ക് പ്രാർത്ഥിച്ചിട്ട് അടുത്ത ശുശ്രൂഷകളിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങുകയാണ്. ലൂക്കോസ് 24-ാം അധ്യായം ഏറ്റവും നിർണായകമായിരിക്കുന്ന സമയമാണ്. ലൂക്കോസ് 24-ലൊക്കെ ശിക്ഷഗണത്തെ സംബന്ധിച്ച്. കാരണം യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണം നടന്നു. ക്രൂശീകരണം നടക്കുക മാത്രമല്ല, കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്നുള്ള കാര്യം ഇന്നർ സർക്കിളിൽ പബ്ലിസിറ്റി ആവുകയും ചെയ്തു, അവരറിഞ്ഞു. എന്നിട്ടും 24-ാമത്തെ അധ്യായത്തിനകത്ത് സംഭവിച്ചിരിക്കുന്നത്, എന്നിട്ടും സ്തോത്രം അതിനകത്തൊക്കെ അസംതൃപ്തരായ ശിഷ്യന്മാർ ചിലർ യെരുശലേം വിട്ടു പോവുകയാണ്. സ്തോത്രം, ഒരു മനസ്സ് തകർന്ന് തർക്കിച്ചുകൊണ്ട് പോവുകയാണ്. അങ്ങനെ പോകുന്ന വഴിക്ക് കർത്താവ് സഹയാത്രികനായി പോകുന്നു. അതൊരു നീണ്ട വിഷയമാണ്, ഒരു പ്രസംഗത്തിനുള്ള വകയുണ്ട്. പക്ഷെ അവിടെ കയറാതെ ഞാൻ 25-ാം വാക്യം മാത്രം വായിക്കാം. സ്തോത്രം. അവർ പറയുന്നു ഇങ്ങനെ, ആളുകൾ, ഞങ്ങളുടെ കൂടെയുള്ള സ്ത്രീകൾ പറയുന്നു, ഞങ്ങളുടെ കൂടെയുള്ള ഞങ്ങളുടെ കർത്താവ്, നീ അറിഞ്ഞില്ല യെരുശലേമിൽ ഇത്രയും വലിയ സംഭവം നടന്നു, യേശുവിനോടായി പറയുന്നത്, സംഭവം നടന്നിട്ട് എന്നൊക്കെ പറഞ്ഞ് സ്തോത്രം ഞങ്ങളെ ഭ്രമിപ്പിച്ചു ഈ ഞങ്ങളുടെ കൂടെയുള്ള സ്ത്രീകൾ, കല്ലറയിൽ ദൂതനെ കണ്ടു. അപ്പോൾ അവരിത് കൂടാണെന്നിട്ട് ഈ കാര്യങ്ങളൊന്നും വിശ്വസിച്ചില്ല. 25-ാം വാക്യത്തിൽ യേശു പ്രതികരിക്കുകയാണ്. എന്താ പ്രതികരിച്ചത്? അവൻ അവരോട്, അയ്യോ ബുദ്ധിഹീനരെ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നതെല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ, ക്രിസ്തു ഇങ്ങനെ കഷ്ടമനുഭവിച്ചിട്ട് തന്നെ മഹത്വത്തിൽ കിടക്കേണ്ടതല്ലയോ എന്ന് പറഞ്ഞു. മോശ തുടങ്ങിയ സകല പ്രവാചകന്മാരിൽ നിന്ന് എല്ലാ തിരുവെഴുത്തുകളും തന്നെക്കുറിച്ച് ഉള്ളത് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. നോക്കൂ സ്തോത്രം, അവിടെ എന്താ പറ്റിയെന്നറിയാമോ? 3.5 കൊല്ലം നടന്നിട്ടും സംഭവമൊക്കെ കർത്താവിനെ കൂടെ നടന്നു, ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്തു, ഒത്തിരി കാര്യങ്ങളൊക്കെ അവർ മനസ്സിൽ കുറിച്ച് വെച്ചു. പക്ഷേ യേശു പറഞ്ഞത്, യേശുവിനെക്കുറിച്ച് പറഞ്ഞത് മുഴുവൻ വിശ്വസിച്ചില്ല. എന്തെങ്കിലും വിശ്വസിച്ചത് കൊണ്ട് വിടുതൽ നടക്കുകയല്ല. എന്തെങ്കിലും വിശ്വസിക്കുന്ന മാർഗവുമല്ല ക്രിസ്തീയ മാർഗം. ഈ മാർഗത്തിനകത്ത് വന്നിട്ട് എന്തും വിശ്വസിക്കാം എന്ന് വിചാരിക്കരുത്. സ്തോത്രം, കേട്ടോളേ. എന്തും ഇവിടെ വന്നിട്ട് ചുമ്മാ ആരും പറഞ്ഞ് എന്തും വിശ്വസിക്കരുത്. ഇതിന് വിശ്വാസത്തിനൊരു പാറ്റേൺ ഉണ്ട്. എന്ത് വിശ്വസിക്കുന്നു, നിങ്ങൾ എന്ത് വിശ്വസിക്കുന്നു എന്നതിന് ഒരു വലിയ സ്തോത്രം മാനദണ്ഡമുണ്ട്. എന്ത് വിശ്വസിക്കുന്നു. ഇപ്പം എന്തും ഇവിടെ വന്നിട്ട് വിശ്വസിക്കാം, എന്തും വിശ്വസിപ്പിക്കാം എന്ന് ധരിക്കരുത്. യേശുവിനെക്കുറിച്ചും ദൈവത്തെക്കുറിച്ചും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ വിശ്വസിക്കാതെ പോയി. എന്തെങ്കിലും വിശ്വസിച്ചതുകൊണ്ട് കഥയില്ല, ഇച്ചിരിയൊക്കെ വിശ്വസിച്ചുകൊണ്ട് കഥയില്ല. മുഴുവൻ വിശ്വസിക്കണം. അങ്ങനെ മുഴുവൻ വിശ്വസിക്കുമ്പോഴാണ്, പൂർണ്ണതയിലേക്ക് എത്തുമ്പോഴാണ് ദൈവത്തിൻ്റെ മഹത്വവും പ്രവൃത്തിയും വെളിപ്പെടുന്നത്. ഇവർക്കെന്തോ പറ്റി? ഇവർ കൂടെ നടന്നു, പക്ഷേ മുഴുവൻ വിശ്വസിച്ചില്ല. എഴുതിയിരിക്കുന്നത് അല്ലെങ്കിൽ പറഞ്ഞിരിക്കുന്നത് എല്ലാം വിശ്വസിച്ചില്ല, എന്തൊക്കെയോ വിശ്വസിച്ചു. അതുകൊണ്ട്
അവർക്കൊരു പരിഹാരം സ്തോത്രം ഉണ്ടായില്ല. അവരുടെ ജീവിതം 3.5 കൊല്ലം കർത്താവിൻ്റെ കൂടെ നടന്നെങ്കിലും ഒരു ചെറിയ പ്രശ്നം വന്നപ്പോൾ അവർ കൂട്ടം വിട്ടു, കൂട്ടായ്മ വിട്ടു, തർക്കം തുടങ്ങി, നിരാശ വന്നു. വെറുതെ ആയിപ്പോയി. 3.5 കൊല്ലം സ്വോത്രാഴ്ച ഇട്ടതും കൂട്ടായ്മയ്ക്ക് പോയതെല്ലാം വെറുതെ ആയിപ്പോയി എന്ന് പറയാൻ തുടങ്ങിയവർ. അങ്ങനെ സംഭവിക്കാതിരിക്കണമെങ്കിൽ ഈ കൂട്ടത്തിലുള്ളവരോട് പ്രത്യേകം പറയുകയാണ്, കാലം അതിൻ്റെ അന്ത്യത്തിലേക്ക് എത്തുമ്പോൾ ശുശ്രൂഷകളൊക്കെ വളരെ സ്തോത്രം ഒരുക്കത്തിന് വേണ്ടി മണിയറയിൽ ഒരു സ്തോത്രം മണവാട്ടിയെ ഒരുക്കി മണിയറയിൽ എത്തിക്കാൻ ശ്രമിക്കുന്നത് പോലെ കർത്താവും തൻ്റെ ദാസന്മാരും പരിശുദ്ധാത്മാവും കൂടി അന്ത്യ സമയത്ത് നമ്മുടെ കറകളഞ്ഞൊരുക്കുന്ന സമയത്ത് മുഴുവൻ വിശ്വസിക്കാതെ പോകുന്നത് ഭയങ്കര നഷ്ടമാകും. ജീവിതത്തിൽ ഭയങ്കര തകർച്ചകൾ സംഭവിക്കും. ഒരു തെളിവോടെ പറഞ്ഞ് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കും. അത് യൂദയുടെ ലേഖനത്തിൽ നിന്നാണ്. യൂദയുടെ ലേഖനത്തിൽ ഒരു അധ്യായമല്ലേ ഉള്ളൂ. അതിൻ്റെ സ്തോത്രം 5-ാമത്തെ വാക്യം കൂടി വായിച്ച് ഞാൻ അവസാനിപ്പിക്കാം. നിങ്ങളോ സകലതും ഒരിക്കൽ അറിഞ്ഞുവെങ്കിലും നിങ്ങളെ ഓർപ്പിപ്പാൻ ഞാൻ ഇച്ഛിക്കുന്നത് എന്തെന്നാൽ, യൂദ സ്തോത്രം 10-25 വാക്യങ്ങൾ മാത്രമുള്ള ചെറിയ ലേഖനമാണ് എഴുതിയത്. അതിനകത്ത് അതൊരു ഓർമ്മപ്പെടുത്തൽ നടത്തുകയാണ്. നിങ്ങളെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഇതൊരു സ്തോത്രം എന്താ പറയുക, സ്തോത്രം ഒരു 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 പൊതുവിലുള്ള ഒരു ഇന്ന ചർച്ചിനോ ഇന്നയാൾക്കോ വേണ്ടിയിട്ടുള്ളതല്ല. പൊതുവിൽ എല്ലാ കാലത്തുമുള്ള സഭയ്ക്ക് വേണ്ടി നിങ്ങളെ ഓർപ്പിക്കുകയാണ്. എന്താ ഓർപ്പിക്കുന്നത്, ഇച്ഛിക്കുന്നത് എന്നാൽ, കർത്താവ് ജനത്തെ മിസ്രയീമിൽ നിന്ന് രക്ഷിച്ചിട്ടും വിശ്വസിക്കാത്തവരെ പിന്നത്തേതിൽ നശിപ്പിച്ചു. അപ്പം രക്ഷിച്ചു എന്നുള്ളത് കർത്താവിൻ്റെ ഭാഗത്തെ കടമയാണ്. എത്രയോ വട്ടം അപകടങ്ങളിൽ നിന്ന്, ഇവിടെ മിസ്രയീമിൽ നിന്ന് രക്ഷിച്ച കാര്യം പറയുന്നത്, അപകടങ്ങളിൽ നിന്ന്, ആപത്തിൽ നിന്ന്, ഡോക്ടർമാർ എഴുതിയ വിധിയിൽ നിന്ന്, നമ്മളെ ഒതുക്കിക്കളയുമെന്ന് പറഞ്ഞ പല വിഷയങ്ങളിൽ നിന്ന് ദൈവം നമ്മളെ രക്ഷിച്ചു. ഇത്രയും രക്ഷിച്ചിട്ടും നമുക്ക് പിന്നെയും ഇപ്പോഴത്തെ വിഷയത്തിന് മുമ്പിൽ വിശ്വസിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, കർത്താവിൻ്റെ വചനം ഇവിടെ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്, രക്ഷിച്ചിട്ടും വിശ്വസിക്കാത്തവരെ പിന്നെ നശിപ്പിച്ചു. രക്ഷിച്ചു, വിശ്വസിക്കാത്തതുകൊണ്ട് പിന്നെ നശിപ്പിച്ചു. ഇത്രയും നല്ലൊരു രക്ഷ കിട്ടിയിട്ട് സ്തോത്രം നമുക്ക് ഒരു നഷ്ടം സംഭവിക്കരുത്. അതിനെന്ത് വേണം? അപ്പോസ്തലപ്രവൃത്തി 14 എഴുതിയിരിക്കുന്ന വാക്കിങ്ങനെയാണ്, 2 കൂട്ടം ആളുകൾ അവിടെയുണ്ട്. ഞങ്ങളൊക്കെ മാറി മാറി സംസാരിക്കുന്നത് വേറൊന്നിനുമല്ല, ഞങ്ങളുടെ കഴിവോ അറിവോ ബുദ്ധിയോ ഒന്നും നിങ്ങളോട് ഇഞ്ചക്റ്റ് ചെയ്യാനല്ല, അല്ലെങ്കിൽ ആരെയും ഒന്ന് അടിച്ചേൽപ്പിക്കാനല്ല. സ്തോത്രം, ഞങ്ങളുടെ പ്രത്യയശാസ്ത്രം പലതരം ആളുകളാണ് പൗരുഷൻ്റെ പ്രേക്ഷകർ. അവരെ ആരെയും നിർബന്ധിച്ച് അടിച്ചേൽപ്പിക്കാനല്ല. പിന്നെ എന്തിനാ? വിശ്വസിക്കാൻ. എന്ത് വിശ്വസിക്കാൻ? സ്തോത്രം, ദൈവമുണ്ടെന്ന്, ദൈവം പ്രവർത്തിക്കുമെന്ന്, ദൈവം മനുഷ്യന് വേണ്ടി പ്രവർത്തിക്കുമെന്ന് അല്ല, ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന്, നിങ്ങളുടെ കഷ്ടങ്ങളിൽ നിന്ന് ദൈവം നിങ്ങളെ വിടുവിക്കുമെന്ന്, നിത്യതയുണ്ടെന്ന്, ദൈവപുത്രൻ മടങ്ങി വരുമെന്ന്, ഈ കാണുന്നതെല്ലാം അസ്തമിക്കുമെന്ന്. ഇത് വേദപുസ്തകത്തിൻ്റെ സത്യമാണ്. ഇത് വിശ്വസിക്കാനാണ് ഞങ്ങൾ ഈ പ്രസംഗിക്കുന്നത്. അതിനാണ് ദൈവം ഞങ്ങളെ വിളിച്ചത്. ഇത് വിശ്വസിക്കുമ്പോൾ ആ കൂടെ നിങ്ങളുടെ ആനുകാലിക വിഷയങ്ങൾക്ക് പരിഹാരം വരും. വിശ്വസിക്കാത്തവർ ഒരു ബാധ്യതയാണ്. വിശ്വസിക്കാത്തവർ അമ്പെ പരാജയമാണ്. ദൈവവചനം എന്തു പറയുന്നു അത് വായിച്ചു എന്നല്ല, അറിയാമെന്നല്ല, വിശ്വസിക്കണം. സ്തോത്രം, പാപം ചെയ്താൽ അതിന് ശിക്ഷയുണ്ടെന്ന് വിശ്വസിക്കണം. അല്ലാതെ സ്തോത്രം ഇതൊക്കെ ലോകത്തിലെ നടപടിയാണെന്ന് പറഞ്ഞ് പോവുമല്ല, വിശ്വസിക്കണം. അങ്ങനെ വിശ്വസിക്കുന്നവരെ രക്ഷിപ്പാൻ ദൈവം എന്നും വിശ്വസ്തനാണ്. കർത്താവിൻ്റെ കൃപയാൽ സംഭവിക്കട്ടെ. ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം കർത്താവിൻ്റെ സന്നിധിയിൽ. എല്ലാ പ്രിയപ്പെട്ടവർ കണ്ണുകൾ അടച്ചാട്ടെ. ദൈവസ്നേഹത്തെ പാടി വർണ്ണിച്ചുകൊണ്ടാണ് നമ്മൾ സ്തോത്രം ഈ വചനത്തിലേക്ക് പ്രവേശിച്ചത്. ഇത്രയും സ്നേഹിച്ച ദൈവത്തെ അവിശ്വസിക്കുക എന്ന് പറയുന്നത് അതിനേക്കാൾ അധമമായ കാര്യം വേറെയില്ലല്ലോ. എത്ര പേർ ദൈവത്തോട് പറയും, കർത്താവെ വിശ്വസിക്കാനുള്ളൊരു വരം എനിക്കതാ. പല കാര്യങ്ങളും കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് തോന്നും, കുറച്ച് കഴിയുമ്പോൾ ഞാനത് വിട്ടുകളയും. അങ്ങനെ ഒരു സ്ഥിതി തുടർന്നാൽ എന്നും ഇങ്ങനെ ഇരിക്കാനേ പറ്റുള്ളൂ. നിങ്ങളെ ദൈവത്തിന്